ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയും ഒന്നാം ഗഡു തുക അനുവദിക്കാതെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുകയും ചെയ്യുന്ന UDF സർക്കാർ നയത്തിനെതിരെ നാളെ രാവിലെ 10-ന് കരുളായി ഗ്രാമപഞ്ചായത്തിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തും. സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തലത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ കരുളായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാളെ 1/8/2019 കരുളായി ഗ്രാമപഞ്ചായത്തിലേക്ക് LDFന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തുകയാണ്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം 2025 പ്ലാൻ ഫണ്ട് അനുവദിച്ച് 10,189 കോടി രൂപ. എന്നാൽ ഇത്തവണ 8,655 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. 1,534 കോടി രൂപയുടെ കുറവാണ് ഇത്തവണ പ്ലാൻ ഫണ്ടിൽ നിന്നും സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചത്. അതിൽ കരുളായി പഞ്ചായത്തിന് 35 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടിയിരുന്ന, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം കൊടുക്കേണ്ടിയിരുന്ന 3-ാം ഗഡു ഇടതുപക്ഷ സർക്കാർ കൊടുക്കാൻ വെച്ചത് 2 തവണ ഇലക്ഷൻ കമ്മീഷന് നടപടി ചട്ടപ്രകാരമുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ആവശ്യപ്പെട്ടു. 2 തവണ ആവശ്യപ്പെട്ടു. 2 തവണയും നിരാകരിക്കുക ചെയ്ത ഇലക്ഷൻ കമ്മീഷൻ. അതിനുശേഷം അധികാരത്തിൽ വന്ന UDF ഗവൺമെന്റ് ആ 3-ാം ഗഡുവും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ 3-ാം ഗഡുവിനടക്കമുള്ള 6,000 കോടി സംസ്ഥാന ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇറങ്ങിപ്പോയത്. പദ്ധതി വിഹിതം ലഭിക്കാത്തത് കാരണം ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളും വീട് റിപ്പയറിംഗ് പൂർത്തിയാക്കിയവരും കടുത്ത ദുരിതത്തിലാണ്. കരുളായി പഞ്ചായത്തിൽ വീട് റിപ്പയർ ചെയ്ത 36 ഗുണഭോക്താക്കൾക്കാണ് തുക ലഭിക്കാനുള്ളത്. കൂടാതെ ലൈഫ് ഭവന പദ്ധതിയിൽ ഒട്ടേറെ വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ലഭിക്കാത്തതിനാൽ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇവിടെ സൂചിപ്പിച്ചു, നമുക്കറിയാം കഴിഞ്ഞ വർഷം വീട് റിപ്പയർ അടക്കമുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കി അവർ വീട് റിപ്പയർ കഴിഞ്ഞ് അതിൻ്റെ വാല്യുവേഷൻ അടക്കം എടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ കരുളായിൽ മാത്രം ഏകദേശം 35ഓളം കുടുംബങ്ങൾ, അതായത് പാവപ്പെട്ട കുടുംബങ്ങൾ ഈ വീട് റിപ്പയറിൻ്റെ ഭാഗമായി പണം കിട്ടാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ ഇവിടെ പറഞ്ഞു, 2,100 പേരാണ് കഴിഞ്ഞ 2 മാസം കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രദേശ പരിധിയിൽ നിന്നും ഈ 1,000 രൂപ വാങ്ങിയത്. മറ്റൊന്ന് തൊഴിലുറപ്പ് നിയമം നോക്കൂ നിങ്ങൾ. രാജ്യത്ത് ഈ കഴിഞ്ഞ ജൂലൈ 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കണം 31-ാം തീയതി. ഇതുവരെ പഞ്ചായത്തുകളിലേക്ക് ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സത്യത്തിലൊരു സർക്കുലർ മാർഗരേഖ വന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൻ്റെ ഒരു മാർഗരേഖ വന്നു. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത് ആഗസ്റ്റ് മാസത്തേക്ക് കിടക്കുക. കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി പെൻഷൻ പുതിയ സർക്കാർ വന്നതോടെ നിർത്തലാക്കി. സംസ്ഥാനത്ത് 21 ലക്ഷം ആളുകൾക്ക് ആനുകൂല്യം ലഭിച്ചിരുന്ന ഈ പദ്ധതി വഴി കരുളായി പഞ്ചായത്തിലെ 2,100 സ്ത്രീകൾക്കാണ് തുക മുടങ്ങിയത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തകർക്കുകയും ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കുകയും ചെയ്ത സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും പങ്കെടുക്കണമെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കളായ P. ബാലകൃഷ്ണൻ, J. രാധാകൃഷ്ണൻ മാസ്റ്റർ, ഹാരിസ് പനോലൻ, K. മനോജ്, സിദ്ദിഖ് വടക്കൻ, P. അബ്ദുൽ മജീദ് മാസ്റ്റർ, B. വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുളായി. ഇനി ഷോപ്പിംഗിൽ നിലമ്പൂരിന്റെ യഥാർത്ഥ ഫീലിംഗ്സ്. മികച്ച ഫർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ ഹോമെക്സ് ഫർണിച്ചേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇണങ്ങിയ പ്രീമിയം കസ്റ്റമൈസ്ഡ് സോഫാസ്, ലിവിംഗ് റൂം ആക്സസറീസ് എന്നിവ നിർമ്മിച്ചു നൽകുന്നു. ഹോമെക്സ് ഫർണിച്ചേഴ്സ്, വടപുറം, നിലമ്പൂർ. Nature's masterpieces crafted in natural diamond jewelry. Malabar Gold and Diamonds presents Nuva, nature's finest creations. Charitra Vivag Bridal Collections by Shobhika Weddings.